നമസ്കാരം. ഞാൻ കോളയാട് മുകേഷ് പണിക്കറാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന തില്ലങ്കേരി പെരിങ്ങാനം മുത്തപ്പൻ മണപ്പുരയിൽ വെച്ച് കൈതച്ചാൻ വേണ്ടി കെട്ടിയ കോലധാരിയാണ്. അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമ്മേളനം വിളിച്ചത് ഒരുപാട് പ്രശ്നങ്ങളാണ്. കൈതച്ചാൻ വേണ്ടി കെട്ടിയ കോലധാരിക്ക് ക്രൂരം മർദ്ദനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രചരണം സത്യാവസ്ഥകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ യാതൊരുവിധ കൈതച്ചാൻ വേണ്ടി എന്ന് പറയുമ്പം എല്ലാ ക്ഷേത്രങ്ങളിലും അത് കെട്ടി ആരാധിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ആ ഒരു തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ചെറിയൊരു ഇഷ്യൂ അത് ഓടുന്ന സമയത്ത് അങ്ങനെ മറഞ്ഞു കെട്ടി അതെന്തായാലും ഉണ്ടാവും. അത് കൈതച്ചാൻ വേണ്ടീൻ്റെ ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ അന്വേഷിച്ചാൽ അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് വീഴുന്ന സമയത്ത് അവരെ കുറച്ച് ആൾക്കാർ കൈതച്ചാൻ വേണ്ടീനെ തെയ്യത്തിന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അത് കമ്മിറ്റിക്കാർ അത് തടഞ്ഞു മാറ്റുന്നു. ആ ഒരു ചെറിയൊരു 5 മിനിറ്റത്തെ ആ ഒരു ഇഷ്യൂസ് കോലധാരിയെ ക്രൂരമായി മർദ്ദിച്ചു. എടുത്തുകൊണ്ടുവന്ന എടുത്ത വീഡിയോ എല്ലാം അതിൻ്റെ ചടങ്ങുകളാണ്. അത് എടുത്തു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഭാരണയും അതിൻ്റെ മാംസങ്ങളെല്ലാം ഭക്ഷിച്ചിട്ട് കുറച്ച് രൗദ്രതയുള്ളൊരു മൂർത്തിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്വഭാവം എല്ലാം അങ്ങനെയുള്ളതാണ്. അങ്ങനെ ആ ഒരു തെയ്യാന്നത്. അപ്പോൾ അത് ഈ എടുത്തു കൊണ്ടുവന്നതെല്ലാം ആ തെയ്യത്തിനെ പറ്റി അറിയുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് തെയ്യം ലാസ്റ്റ് എല്ലാ ചടങ്ങും കഴിഞ്ഞ് അത് പുറകോട്ടേക്ക് ഇങ്ങനെ മറിഞ്ഞു കെട്ടി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കല്ലാടിമാർ എല്ലാ ക്ഷേത്ര വായുവാഹികൾ ആ തെയ്യത്തിനെ എടുത്ത് അണിയറയിൽ കൊണ്ടേ കിടത്തി അവിടെ നിന്ന് അതിൻ്റെ വർണ്ണങ്ങളും ചമയങ്ങളെല്ലാം അഴിച്ചു വെക്കുക. അപ്പോൾ ഒരു തെറ്റായ പ്രചരണം ഈ നടന്നതിൻ്റെ അകത്ത് ഒരുപാട് സങ്കടമുണ്ട്. ഇത് കൊലധാരിക്കും വരാതെ നമ്മളെ സമുദായത്തിനും മറ്റുള്ള കൊലധാരികൾക്കെല്ലാം അതിൻ്റെതായ ഒരു വേദന പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരാൾ വിളിച്ച് ചോദിക്കുന്നു. പക്ഷേ ഇതിനകത്ത് സംഗതികളൊന്നുമില്ല. അങ്ങനൊരു ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ കൈതച്ചാൻ വേണ്ടി കെട്ടി ഈ അടികിട്ടിയ ആൾ ഞാനത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സത്യമായ കാര്യമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ അങ്ങനെ നടന്നിട്ടില്ല. അതിപ്പോൾ എന്തോ പുറത്തമ്മാവരുടെ ധാരണപ്പിച്ചുകൊണ്ടോ എന്തോ അങ്ങനെ ഇപ്പോൾ 2 പക്ഷങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറേ ആൾക്കാർക്കത് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു ദുർദ്ദേശത്തോടു കൂടി ആ ഒരു വീഡിയോ ഇങ്ങനെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വൈറലാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാതെ മാനസിക പ്രശ്നമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കണം. കൊലധാരിയാണ് ഞാൻ, കെട്ടിയ ആളാണ്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ നാട്ടുകാരുടെ ഉണ്ട്, ക്ഷേത്രക്കാരുണ്ട്, അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കൂടി ഉണ്ട്. അവർ കാര്യങ്ങൾ പറയട്ടെ. പെരിങ്ങാനം ഉദയംകുന്ന് മടപ്പുരയുടെ അവകാശി എന്ന നിലയിലുള്ള ആളുകളാണ്. ആ ക്ഷേത്രഭാരവാഹി എന്ന നിലയിൽ ഈ കാലങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിൽ നാട്ടുകാരും കുടുംബക്കാരും കൂടെ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത് പോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ നടക്കുന്ന ഒരു മടപ്പുരയാണ്. അവിടെ ഈ കൈതച്ചാമണ്ടി എന്ന് പറയുന്ന തെയ്യം എല്ലാ വർഷവും ഉണ്ടാകാറില്ല. ഇത് ഇപ്പോൾ ഏതാനും ചില വർഷങ്ങൾക്ക് മുന്നേ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാട്ടുകാരെന്ന രീതിയിലും നടത്തപ്പെട്ട ഒരു തെയ്യമായിരുന്നു. അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് ഈ തെയ്യം എന്ന് പറയുന്നത് ഒരു രൗദ്രഭാവം ഉള്ള ഒരു തെയ്യമായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഈ വഴിമാറുന്നതിന് വേണ്ടി പറയുന്ന ഒരു ഇതുണ്ട്. ആ വഴിമാറുന്നത് പറയുന്ന സമയത്ത് ആളുകൾ പുറകോട്ട് മാറുമ്പോൾ ഉണ്ടായ ഒരു വീഴ്ചേൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് ആ നിജസ്ഥിതി ഈ ജനങ്ങളെ അറിയിക്കേണ്ടത് ഇതിൻ്റെ ഭാരവാഹികളെന്ന നിലയിലും നാട്ടുകാർ എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിളിച്ചു ചേർക്കാനുള്ള ഇടയായിട്ടുള്ളത്. അപ്പോൾ ഈ ധാരണ മറ്റാളുകളിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നിജസ്ഥിതി യഥാർത്ഥത്തിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. നാട്ടുകാർ എന്ന രീതിയിൽ മറ്റാളുകളും പറയും. അപ്പോൾ ഞാൻ അടയിലെ പൊതുപ്രവർത്തനം വഴി CPIയുടെ അടുത്ത ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ തന്നെ അടയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. ആ നിലയ്ക്ക് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ ആ എങ്ങനെ വന്നതിൻ്റെ കൃത്യമായ രീതിയിൽ പറയാം. ഒന്ന്, കൈതച്ചാൻ വേണ്ടി 12 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു തെയ്യം നമ്മുടെ നാട്ടിൽ കെട്ടിയാണ്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഈ തെയ്യം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉഗ്രരൂപിയാകും. അതിനുശേഷം വാളെടുത്ത് ജനങ്ങളെ പിറകെ ഓടുന്നതാണ് ഇതിൻ്റെ സാധാരണ ചടങ്ങ്.
അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ പിന്നെ ഒരു പ്രായമില്ലവരും ഒരു ചെറിയ പയ്യൻ, ഒരു +2 പഠിക്കുന്ന ഒരു പയ്യൻ താഴെ വീണു. അപ്പോൾ +2 പഠിക്കുന്ന പയ്യൻ്റെ കൈ ഒടിഞ്ഞ് എല്ലിന് ചെറിയ പരിക്ക് പറ്റിയിട്ട് പ്രായമില്ല ആൾ വീണ് പരിക്ക് പറ്റില്ല, പ്രായമില്ല ആൾ വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം കൂടി തെയ്യത്തിൻ്റെ അടുക്ക് പാഞ്ഞെടുക്കുന്ന ഒരു പിന്നെ ചെറിയൊരു വീഡിയോ വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നു. ആ പാഞ്ഞെടുത്തപ്പോൾ അതിനെ തടഞ്ഞ് നിർത്തി, അതുപോലെ തന്നെ കൈതച്ചാവണ്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പരിക്കും ഇല്ലാത്ത, ഒരടി പോലും ഈ തെയ്യത്തിന് കിട്ടാത്ത രീതിയിൽ ആ കമ്മിറ്റിക്കാർ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയില്ല ഒരു വീഡിയോ അതായത് നാട്ടിൽ നിന്ന് ആരൊക്കെയോ പിന്നെ പകർത്തിയ വീഡിയോ പിന്നെ അവിടെ ഒരു ചാനലും, പ്രാദേശിക ചാനലും അതുപോലെ തന്നെ മറ്റൊരു ചാനലും അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയില്ല പിന്നെ ഏതോ ഒന്നോ രണ്ടോ ആൾക്കാർ അയച്ചു കൊടുത്ത വീഡിയോ എടുത്തുകൊണ്ട് ഒരു നാടിനെ മൊത്തം ഒരു പിന്നെ മോശമാക്കുന്ന രീതിയിൽ, വല്ലാത്ത രീതിയിൽ ഒരു പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പല സ്ഥലത്തും നമ്മൾ വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ നാട്ടിൽ പിന്നെ പറ്റിയത്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു നാട്ടുകാർ വന്നു, പിന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അപ്പം അങ്ങനെയില്ല ഒരു നാട്ടിൽ എന്നാ പറ്റിയെന്ന് കരുതി പല ഭാഗത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിനെല്ലാം മറുപടി പറയാൻ നമുക്ക് ഫോണിൽ കൂടി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയില്ല പിന്നെ മീറ്റിംഗ് വിളിച്ച് ഈ ചെറിയൊരു 2-3 മിനിറ്റ് നടന്ന പരിപാടി പിന്നെ കൊണ്ട് മൊത്തം അപമാനിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഒരു 4-5 മണിക്കൂർ ഈ പരിപാടി നടന്നതിന് ശേഷം 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് തെയ്യം കെട്ടി പൂർത്തിയായി. അതുവരെയൊന്നും ഒരു പ്രശ്നവുമില്ല. ആ ഒരു പ്രശ്നമില്ലാണ്ട് നമ്മളെല്ലാം നാട്ടുകാരെല്ലാം വളരെ ഭംഗിയായി പിരിഞ്ഞു പോയി. രാത്രി ഉറക്കൊഴിഞ്ഞോട്ട് എല്ലാവരും രാത്രി നല്ലപോലെ ഉറങ്ങി. അതിനുശേഷം രാവിലെ ഉണർന്നെണീറ്റാണ് നമ്മളെ നാട്ടിനെ പറ്റി ഇങ്ങനെ വ്യാപകമായിട്ട് വാർത്ത പ്രചരിക്കുന്നുണ്ടെന്നില്ലേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പിന്നെ